ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തന്തൂരി പ്രോൺസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ പ്രോൺസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡീവീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല എല്ലാം ചേർക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കാം. കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ ആയിരുന്നാലും കുഴപ്പമില്ല, ഒരു 1/2 ടീസ്പൂണോളം ചേർക്കാം. അതുപോലെ വെളുത്തുള്ളിയുടെ പൊടി കൂടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂണോളം നാരങ്ങാനീര് കൂടി ചേർക്കാം. ഇനി ഈ ചേർത്തിരിക്കുന്ന മസാല എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പ്രോൺസിലേക്ക് നന്നായിട്ട് ഈ ഒരു മാരിനേറ്റിംഗ് മസാല കോട്ട് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പ്രോൺസിന് ഒരു ക്രിസ്പിനെസ് കിട്ടുന്നതിനായിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴായിരിക്കും ഈ ഒരു മാരിനേഷനൊക്കെ പ്രോൺസിൽ നന്നായിട്ട് കോട്ടായിട്ട് വരുള്ളൂ. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസ് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്നതിനായിട്ടുള്ള സ്റ്റിക്ക്, വുഡൻ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതോ നിങ്ങൾക്ക് ടൂത്ത് പിക്കോ എടുക്കാം. ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ നമ്മളിത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റിക്ക് കരിഞ്ഞു പോകാതിരിക്കാനാണ്. അപ്പോൾ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലത്തെ വുഡൻ സ്ക്യൂർ വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് പ്രോൺസ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. ഇതുപോലെ അതിൻ്റെ ടെയിലും അതുപോലെ ഹെഡ് പോർഷനിലും ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പ്രോൺസും നമുക്ക് ചെയ്തെടുക്കാം. ഈ മാരിനേഷൻ നന്നായിട്ട് ഇതിലേക്ക് കോട്ട് ചെയ്ത് വെക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പ്രോൺസും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പ്രോൺസ് എല്ലാം സ്ക്യൂറിൽ ഇൻസേർട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് തന്തൂരി പ്രോൺസ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർക്കാം. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർക്കാം. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഓയിലിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ നമുക്കൊരു 2 to 4 മിനിറ്റ്സ് അതിനുള്ളിൽ തന്നെ പ്രോൺസ് റെഡിയായിട്ട് കിട്ടും. ഇത് ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ പ്രോൺസ് ഒരു റബ്ബറി ടെക്സ്ചർ വരും. അതുകൊണ്ട് ഒരു 4 മിനിറ്റിൽ കൂടുതൽ പ്രോൺസ് കുക്ക് ചെയ്യരുത്. അതിന് മുന്നേ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുമ്പോഴേക്കും പ്രോൺസ് ഇവിടെ റെഡിയായി കിട്ടും. പ്രോൺസ് ഇവിടെ കംപ്ലീറ്റ്ലി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. അങ്ങനെ തന്തൂരി പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. തന്തൂരി പ്രോൺസ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തന്തൂരി പ്രോൺസ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്.